ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ സിംഗപ്പൂർ സലൂൺ ഈ സിനിമ ഞാൻ കണ്ടു. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു ഐറ്റം അല്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ആർ ജെ ബാലാജിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ഒരു റീലിനകത്ത് ഇതിൻ്റെ ഒരു സീൻ എടുത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് റീൽസിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ ഒരു ഇടഭാഗം, അതായത് ഒരു ക്ലൈമാക്സിനോട് അടുക്കുന്നതിനെ കുറച്ച് മുമ്പ് അരവിന്ദ് സ്വാമി ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീൻ എടുത്ത് വെച്ചിട്ട് റീൽസിലൊക്കെ കണ്ടായിരുന്നു. കാരണം നമ്മുടെ സമൂഹത്തിൽ എന്ത് ബിസിനസ് തുടങ്ങിയാലും നല്ല വിജയിച്ച ബിസിനസ്സുകൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ബിസിനസ് നല്ല ഒരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തും അതിനകത്ത് ചെയ്യാം. കാരണം ആ ഒരു ലാൻഡ്മാർക്കിൻ്റെ പേര് തന്നെ മാറ്റാൻ ഒരു 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 ഹോട്ടലായിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് തിരുനെൽവേലിയിലെ ഇരുട്ട് കട. തിരുനെൽവേലി ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് ഈ കട. ഇപ്പം അമ്പലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കടയുടെ അടുത്തുകൊണ്ടാണ് അമ്പലം എന്നാണ് പറഞ്ഞത്. കാരണം ആ ലാൻഡ്മാർക്ക് ആ ഒരു കടയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ പല ഏരിയകളുണ്ട്, നമ്മുടെ ചുറ്റുപാടും പല ഏരിയയിൽ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കും ആ ലാൻഡ്മാർക്കിനെ ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു അടയാളം ആ ഒരു ബിസിനസ് ആയിരിക്കും. അതാണ് ആ ഒരു റീലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ആ റീൽ ഏത് സിനിമയിലാണെന്ന് നോക്കിയപ്പോൾ സിംഗപ്പൂർ സലൂൺ. അപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ സമയത്ത്. ഏതോ തിയേറ്റർ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ച് കട്ട് ചെയ്ത് എടുത്ത് ഞാൻ കണ്ട. പക്ഷേ എനിക്ക് തിയേറ്റർ പ്രിൻ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സിനിമ ഗോകുൽ എന്ന് പറയുന്നൊരു ഡയറക്ടറാണ്, മികച്ചൊരു ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ആർ ജെ ബാലാജി തന്നെ ഡയറക്റ്റ് ചെയ്തിരുന്നു. കാരണം ആർ ജെ ബാലാജി ഇപ്പോൾ ഒരു ഡയറക്ടറാണ്. 2 പടം ചെയ്തായിരുന്നു, വീട്ടിലെ വിശേഷം, അതുപോലെ മൂക്കുത്തി അമ്മൻ. ഈ 2 പടങ്ങളും പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച ഈ സിനിമയും പുള്ളിയായിരിക്കും ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ അല്ല, പുള്ളി നായകനായിട്ട് വന്ന സിനിമയാണ്. നല്ല ഒരു സത്യം പറഞ്ഞ സലൂൺ ബാർബർ ചെറുപ്പത്തിൽ തന്നെ ഒരു ബാർബർ ഷോപ്പിലെ ഒരു വ്യക്തിയെ കണ്ട് പുള്ളിയുമായിട്ട് കമ്പനി അടിച്ച് പുള്ളിയുടെ തൊഴിൽ തന്നെ ഒരു പാഷനാക്കി മാറ്റിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്ന കുറേ സംഭവ വികാസങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബാർബറായിട്ട് ഇരുന്നുകൊണ്ട് ജീവിതത്തിൽ, അതായത് സമൂഹത്തിൽ വലിയൊരു രീതിയിൽ ജീവിതം നയിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു നായകൻ്റെ കഥയാണിത്. അപ്പോൾ അതിനുശേഷം പുള്ളിക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ഗെയിനുകളും, അതായത് എന്താ പറയുന്നത്, ഇമോഷണലായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ട് അതിനിടയിൽ കൂടെ ഒരു റിയാലിറ്റി ഷോ ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. സംഭവം ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് വരുമ്പോഴത്തേന് ഞാൻ ഒരുപാട് പടങ്ങളിലൊക്കെ കണ്ട പോലെ ഒരു ക്ലീശേ ക്ലൈമാക്സ് പോലെയാണ്. പക്ഷേ ആ സമയം വരെ ഈ പടത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസമാണ്, നല്ല രസമാണ് ഈ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ. പിന്നെ ഈ ക്ലൈമാക്സ് ഇങ്ങനത്തെ പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിൽ വിജയിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂഡ് പോവും. അപ്പോൾ എന്തായാലും വിജയിക്കണം, അതാണ് ആ സിനിമയുടെ ഒരു മെയിൻ സംഭവം. പിന്നെ ഇതിനകത്ത് സത്യരാജ് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ നായകൻ്റെ ആർ ജെ ബാലാജിയുടെ അമ്മായിപ്പനായിട്ട്. നമുക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം, അതാണ് ആ പുള്ളിയുടെ ക്യാരക്ടർ. അതായത് മികച്ച നടൻ്റെ ഒരു പ്രത്യേകതയാണത്. എന്തോ ഒരു അസ്വസ്ഥത തോന്നും ഈ ക്യാരക്ടർ നമുക്ക്. അരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം അരിപ്പ്, ഒരു മര്യാദ ഇല്ലാത്ത അരിപ്പുകൾ നമ്മൾ കാണുമ്പോഴേ നമുക്ക് ആലോചിക്കും, നമുക്കൊരു അസ്വസ്ഥതയാണ്. ഇങ്ങനത്തെ ക്യാരക്ടറുകൾ നമ്മൾ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടർ നമ്മുടെ റിയൽ ലൈഫിൽ ഇതുപോലെ അരിപ്പന്മാരുണ്ട്. അരിപ്പെന്ന് പറഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത രീതി അരിച്ച് എന്നാൽ നല്ല കാശുകാരായിരിക്കും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നമുക്കറിയാമല്ലോ. അപ്പം ഈ ക്യാരക്ടർ അതുകൊണ്ടൊക്കെയാണ് കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. പിന്നെ വിജയുടെ അടുത്ത സിനിമയിലെ നായികയാണ് ഈ സിനിമയിലെ നായിക. പിന്നെ ആർ ജെ ബാലാജി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർ ജെ ബാലാജിക്ക് ചില റിയാക്ഷൻസൊക്കെ എല്ലാ സിനിമയിലും ഒരുപോലെയാണ്, പക്ഷേ ഈ സിനിമയിൽ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുതൽ നീ മുടി വന്നു ആ സിനിമയിലെ നായകനാണ് ഈ സിനിമയിൽ ആർ ജെ ബാലാജിയുടെ ഫ്രണ്ടായിട്ട് വന്നിട്ടുള്ളത്. അത് തന്നെ ആ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്, മുതൽ നീ മുടി വന്നി. അപ്പോൾ സംഭവം ഇതാണ്, തുടക്കത്തിൽ ലാലാണ്, മലയാളത്തിൻ്റെ ലാലാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ആ ഒരു ബാർബറിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആർ ജെ ബാലാജി വളർന്നു വരുന്നതെല്ലാം കൂടി ചേർത്തൊരു എന്താ പറയുന്ന ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു അടിപൊളി പടം. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ സിനിമയെ പറ്റി. എന്തായാലും ഞാൻ എൻജോയ് ചെയ്തിരുന്ന് കണ്ടു. തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക, നല്ലൊരു പടമാണ്.